നമസ്കാരം. കോവിഡ് ജാഗ്രതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിൽ തുടങ്ങി കോവിഡ് ബാധ ശരീരത്തിന് തരുന്ന ലക്ഷണങ്ങളുടെ കാര്യത്തിലും മൂക്ക്, തൊണ്ട, ചെവി തുടങ്ങിയ അവയവങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ട്. ഇന്ന് കോവിഡ് ചികിത്സയിൽ വളരെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് ENT. കോവിഡ് ബാധിച്ചവരിലെ ഇത്തരം പ്രശ്നങ്ങളും കോവിഡ് ആനന്തര ENT ബുദ്ധിമുട്ടുകളുമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കൊപ്പം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ENT സർജനായ ഡോക്ടർ ആഞ്ചു ഉണ്ട്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം മാം. ഡോക്ടർ, ഇപ്പോൾ ഈ സൂചിപ്പിച്ച പോലെ നമ്മുടെ ശരീരത്തിലേക്ക് കോവിഡ് വൈറസ് കടക്കുന്നത് തന്നെ മൂക്കിലൂടെയാണ്. ഡോക്ടറുടെ സ്പെഷ്യലൈസേഷനിൽപ്പെട്ട അവയവങ്ങളാണ് ആദ്യഘട്ടത്തിൽ കോവിഡിനെ റിസീവ് ചെയ്യുന്നത്. ഡോക്ടറെ, ഈ കഴിഞ്ഞ 2 തരംഗത്തിലും ഒരുപാട് പേഷ്യൻസിനെ കാണുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. എന്തൊക്കെയാണ് ഡോക്ടറെ പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ? കറക്റ്റാണ്. ഫസ്റ്റ് ബേസിക്കലി നമ്മുടെ ഈ കോവിഡ് വൈറസ് ഒരു എയറോസോൾ പ്രൊഡക്ഷനിൽ നിന്നാണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്നാണ് ഈ നമ്മുടെ മൂക്കും വായിൽ നിന്ന് എൻറ്റർ ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് നമ്മുടെ ഈ മൂക്കിൻ്റെ സിംറ്റംസും വായിൽ നിന്ന് എൻറ്റർ ചെയ്യുമ്പോൾ ടേസ്റ്റിൻ്റെ വ്യത്യാസങ്ങൾ, ലോസ് ഓഫ് ടേസ്റ്റ്, ഇല്ലെങ്കിൽ തൊണ്ടവേദന, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൂക്കിൽ നിന്ന് ഫസ്റ്റ് എൻട്രി കിട്ടുന്ന ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ENT ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് കോവിഡ് കാലത്തെ. ഡോക്ടർക്ക് തുടരാം. സോ ഇത് ബേസിക്കലി എയറോസോൾ ഇൻഫെക്ഷൻ ആണ്. ഡ്രോപ്ലെറ്റ്സ് ത്രൂ ആണ് ഈ വൈറസ് എൻട്രി ഗെയിൻ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ. സോ അത് മൂക്കും നമ്മുടെ വായിൽ നിന്ന് എൻറ്റർ ചെയ്യാം. സോ അതിൻ്റെ റിലേറ്റഡ് നമുക്ക് മൂക്കടപ്പ്, സ്മെല്ലിൻ്റെ സെൻസേഷൻ ലൂസ് ആകുന്നത്, അങ്ങനത്തെ പ്രോബ്ലംസ്, പിന്നെ മൂക്കൊലിപ്പ്, അങ്ങനത്തെ മൂക്കിൻ്റെ പ്രശ്നങ്ങൾ കാണാം. പിന്നെ വായിൽ നിന്ന് ഇൻഫെക്ഷൻ കയറുമ്പോൾ ഒരു ത്രോട്ട് റിലേറ്റഡ് പ്രോബ്ലംസ്, ത്രോട്ട് പെയിൻ, പിന്നെ ടേസ്റ്റ് സെൻസേഷനിൽ മാറ്റം വരുന്നത്, അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. പിന്നെ അതല്ലാതെ ചെവിയിലും സ്വല്പം അത് എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ സഡൻലി ഒരു ഹിയറിംഗ് ലോസ്, കേൾവി കുറവ്, അത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില പേഷ്യൻസിൽ തലക്കറക്കമായിട്ടും പ്രസൻറ്റേഷൻസ് ഇങ്ങനെ നമുക്ക് കിട്ടും. വ്യക്തമാണ് മാം. നമുക്ക് മണ്ണാർക്കാട് നിന്ന് സജി എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, ഇത് വൈഫിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ഈ കോവിഡ് വന്ന് 1.5 മാസം കഴിഞ്ഞ് 2 മാസം അടുപ്പിച്ചായി. ഇപ്പോ വന്നു പോയി നെഗറ്റീവായിട്ട്. ഇപ്പോഴും സ്മെല്ല് കിട്ടുന്നില്ല. ഇപ്പൊ സ്മെല്ല് കിട്ടിയ സ്മെല്ലില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, സ്മെല്ല് വരുന്നില്ല, മണം കിട്ടുന്നില്ല. സ്മെല്ല് ഒട്ടും ഇതുവരെ കിട്ടി ഒട്ടും ഒരു 10-15 ദിവസം കഴിഞ്ഞ് ലൈറ്റ് ആയിട്ട് കിട്ടിയിരുന്നു. ഇതിന് പിന്നെ പോയി, പിന്നെ തീരെ സ്മെല്ലില്ല. ബാക്കി മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, വേറെ പ്രശ്നം ഒന്നും ഇല്ല അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. മെയിൻലി വൈറസ് ഡയറക്റ്റ്ലി നമ്മുടെ ഈ മൂക്കിൻ്റെ അകത്തിരിക്കുന്ന സ്മെല്ലിൻ്റെ ഞരമ്പിനെ എഫക്റ്റ് ചെയ്യുന്ന കൊണ്ട് അതിന് കുറച്ച് സമയമെടുക്കും പുതിയതായിട്ട് റീജനറേറ്റ് ആകാൻ വേണ്ടി. ആ ഞരമ്പിന് പുതിയതായിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന വീക്കം മാറി പുതിയതായിട്ട് ഒരു നെർവ് ജനറേറ്റ് ആകാൻ വേണ്ടി അത് ജനറലി സമയമെടുക്കും. സോ അറൗണ്ട് 1 to 2 months എടുക്കുന്നതാണ്. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ENT ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്ത് ചിലപ്പോൾ എൻഡോസ്കോപ്പി ആവശ്യം വരും. അതിന് ബിക്കോസ് നമ്മുടെ മൂക്കിൻ്റെ ആ ഞരമ്പ് ഏറ്റവും മൂക്കിൻ്റെ മോൾ ഭാഗത്തിലാണ് ഇരിക്കുന്നത്. സോ അത് അവിടോട്ട് മണം കയറാൻ വേറെ പ്രയാസങ്ങളുണ്ടോ, പാലത്തിൻ്റെ വളവോ അല്ലെങ്കിൽ ദശവളർച്ച അങ്ങനെ വല്ലതും ഉണ്ടോ നമുക്ക് നോക്കേണ്ടി വരും. അതുകൊണ്ടാണോ ഇതുവരെ മണം കിട്ടാതിരിക്കുന്നത്, ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആണോ നമുക്കത് കണ്ടുപിടിക്കേണ്ടി വരും. ആൻഡ് അതിൻ്റെ ബേസിസിൽ ജസ്റ്റ് കുറച്ച് മെഡിസിൻസ് തുടങ്ങേണ്ടി വരും. ഹോപ്പ്ഫുള്ളി സ്ലോ ആയിട്ട് നമുക്കത് സ്മെൽ റീഗെയിൻ ചെയ്യാൻ പറ്റും.
സജി വിളിച്ചതിന് നന്ദി. എറണാകുളത്ത് നിന്ന് ജോണി കൂടിയുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ ഹലോ. സർ സംസാരിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ പേര് ജോണി എന്നാണ്. ഞാൻ വടുതലെന്ന് പറഞ്ഞിരിക്കുന്ന വിളിക്കുന്നത് എറണാകുളത്ത്. ഹലോ പറഞ്ഞോളൂ, എനിക്ക് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ഒരു വർഷത്തിന് മുമ്പ് എനിക്കിതുപോലെ തൊണ്ടക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ട് ഞാൻ എറണാകുളം സിറ്റി ഹോസ്പിറ്റലിൽ ഒരു ഫിസിഷ്യൻ ഡോക്ടർ അന്വേഷിച്ച മരുന്ന് കഴിച്ചായിരുന്നു. ആ മരുന്ന് കഴിച്ചിട്ട് ഒരാഴ്ചയോളം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറഞ്ഞ് മാറിയതാണ്. ആ സമയം മുതൽ ഞാൻ മാസ്ക് ധരിക്കുന്നുണ്ട്. പൊടിയുടെ അലർജിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്ന് ഓർത്തിട്ട് ഡോക്ടറിന് മാസ്ക് ധരിക്കാൻ പറഞ്ഞ്, ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പൊ മാസ്ക് ധരിക്കാൻ പറഞ്ഞിട്ട് മാസ്ക് ധരിച്ചാൽ ഓടിച്ചോണ്ടിരിക്കും. ഇതുവരെ അങ്ങനെ തന്നെയാണ്. എന്നാലും എനിക്കിപ്പോ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് തൊണ്ടക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൊണ്ടക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് തൊണ്ടക്ക് കഫം വന്നിരിക്കുന്ന പോലെയുള്ള, തൊണ്ടക്ക് തടയുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട്. അത് തന്നെ വൈകുന്നേരത്തോടുകൂടി ആകുമ്പോഴത്തേക്കും ശബ്ദം അങ്ങനെ അങ്ങോട്ട് പതറിപ്പോകും. തൊണ്ട അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ തന്നെ ശബ്ദം പതറുന്നുണ്ട്. എന്നാലും സന്ധ്യ ആകുമ്പോഴത്തേക്കും അത് അടഞ്ഞു പോകണം, തൊണ്ട അടഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ. തൊണ്ട വേദന ഉള്ളപ്പോൾ ഇങ്ങനെ ഉമിനീരിറക്കാൻ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പ്രയാസം വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ കഫം പുറത്തേക്ക് വരുന്നതിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് നിറമുണ്ടോ? ഇല്ല, ഭക്ഷണം കഴിക്കാനോ ഉമിനീരിറക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തോ അവിടെ തടയുന്നത് പോലെയുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ബാക്കി ഭക്ഷണ സമയമൊക്കെ ശരിയായിട്ടാകുവാണോ, ഇല്ലെങ്കിൽ കുറച്ച് സമയം വ്യത്യാസം, ഇല്ലെങ്കിൽ ചില മീൽസ് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഇല്ല, ഭക്ഷണമൊക്കെ ഏകദേശമൊക്കെ സമയമൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ. ഇപ്പോൾ ജസ്റ്റ് ബാക്കി എല്ലാം ആൻറ്റിബയോട്ടിക്സ് ഓൾറെഡി ത്രോട്ട് പെയിന് വേണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലേ? മറ്റേ കോവിഡിന്റെ ആണോ, വാക്സിനാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഇതിനു മുമ്പ് ത്രോട്ട് പെയിന് വേണ്ടി മെഡിസിൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ആദ്യം കഴിച്ചിരുന്ന മരുന്ന് കംപ്ലീറ്റും കഴിച്ചിരുന്ന, എന്നാ വന്ന് മാറിപ്പോയതാണത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടാണ് എനിക്ക് ഇങ്ങനെ തൊണ്ടയിൽ ബുദ്ധിമുട്ടായിട്ട്. സോ നമുക്ക് ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇൻഫെക്ഷൻ ഏതായാലും അല്ലായിരിക്കും, ബട്ട് ഇത് അലർജി റിലേറ്റഡ് തന്നെയാണോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ആസിഡിറ്റി പ്രോബ്ലംസ് റിലേറ്റഡിൻ്റെ ആണോ ഈ ത്രോട്ട് പെയിൻ. സോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഒന്ന് ഒരു അഗെയിൻ റിപ്പീറ്റ് ചെക്ക് ചെയ്ത് ത്രോട്ടിൻ്റെ ഒരു എക്സാമിനേഷൻ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. സോ അതിലൊരു ക്ലിയർ പിക്ചർ കിട്ടും. സോ അതിൻ്റെ റിലേറ്റഡ് നമുക്ക് മെഡിസിൻസ് എടുക്കാം. ആൻഡ് എന്തൊക്കെ ഫുഡ് ഇല്ലെങ്കിൽ എന്തൊക്കെ ഇഫ് ഡസ്റ്റ് അലർജിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ അലർജി സാധനങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത് അത് നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ഒരു ENT ഡോക്ടറെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് ഓൾവേസ് ബെറ്റർ ആണ്. സർ വിളിച്ചതിന് നന്ദി. വയനാട് നിന്ന് മുഹമ്മദ് കൂടിയുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ സർ ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഹലോ 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 പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടോ? എന്റെ മകന്റെ 10 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി. ഡോക്ടറെ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. മകന്റെ കേൾക്കുന്നുണ്ട്, 10 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി. അവന് ഈ മറ്റേ തൊണ്ട ഈ കവക്കെട്ട് വന്നിട്ട് ഇവന് ഒരു പ്രത്യേക സൗണ്ട് പുറപ്പെടുവിക്കുക. അപ്പൊ അങ്ങനെ ചെവിയിൽ വിരലിട്ടിട്ട് ഇവന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഡോക്ടറെ കേൾക്കുന്നുണ്ടോ? ബാക്കി മൂക്കടപ്പ്, വാ തുറന്ന് ശ്വാസം വിടുന്ന അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? ചില സമയങ്ങളിൽ ഇവന് ഈ ആസ്തമ, അതായത് ശ്വാസമുട്ടുണ്ടാവും ചില സമയങ്ങളിൽ. ഓക്കെ. സോ അതിനു വേണ്ടി മരുന്ന് എടുക്കുന്നുണ്ടോ ആസ്തമയ്ക്ക്? അതിന് മരുന്ന് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടാണ് ഇത് കൂടുതലായിട്ട് വന്നത്. ആദ്യമേ ഇവന് ശ്വാസമുട്ട് ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ തൊണ്ട അടപ്പവും കഫക്കെട്ടും ഉള്ളത്. ഇവന് അല്പം പഠന വൈകല്യമുണ്ട്. സോ
ഓക്കെ പറഞ്ഞോളൂ, എന്തോ പറഞ്ഞത് ഞാൻ കേട്ടില്ല ശരിക്ക്. അപ്പൊ ഇവന് പഠന വൈകല്യമുണ്ട്. മറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെ സ്മാർട്ടാണ്. പഠന കാര്യത്തിന് മാത്രം കുറച്ച് പഠന കാര്യത്തിൽ മാത്രം കുറച്ച് സ്ലോ ആണോ? പഠനത്തിന് കുറച്ച് പുറകോട്ടാ. അതായത് വായിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതേ സമയത്ത് കാണുന്നത് അപ്പടി അത് അങ്ങനെ തന്നെ ഫ്രണ്ട് പോലെ വരും. ഓക്കെ ഓക്കെ ഓക്കെ. സോ രണ്ട് കാര്യങ്ങളുണ്ട്. ബിക്കോസ് അസ്തമ പ്രോബ്ലം ഓൾറെഡി ഇരിക്കുന്ന കൊണ്ട് സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏതായാലും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമായിരിക്കും ഈ ശ്വാസമുട്ടലും കഫം. പിന്നെ നമുക്ക് ഈ 10 വയസ്സായിട്ടുള്ള കുട്ടിയായതുകൊണ്ട് ഈ ജനറലി നമ്മുടെ 3 മുതൽ 13 ഉള്ള എല്ലാ പിള്ളേർക്കും ടോൺസിലും മൂക്കിൽ ദശ വളർച്ച അഡനോയിഡ്സും ഉള്ള കാര്യമാണ്. സോ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ ടോൺസിലിൻ്റെ ഇൻഫെക്ഷൻസ് ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. എഡനോയിഡിൽ ഈ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. സോ അതിൻ്റെ ടോൺസിലിൻ്റെ തൊണ്ടയിലകത്തിരിക്കുന്ന ടോൺസിലിൻ്റെ സൈസ് എത്രയാണ്, അതിനെ കൊണ്ടാണോ ഈ തൊണ്ടയുടെ പ്രശ്നം വരുന്നത്, പിന്നെ ഈ മൂക്കിൻ്റെ അകത്തിരിക്കുന്ന ദശ വളർച്ച കൂടുതലായിട്ടിരിക്കുവാണോ, ഒത്തിരി വലിയ സൈസിലാണെങ്കിൽ ചിലപ്പോൾ ഈ ശ്വാസം കിട്ടാൻ പ്രയാസം, ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ, മൂക്കൊലിപ്പ് അങ്ങനത്തെ പ്രശ്നം, പിന്നെ കഫക്കെട്ട് അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെവിയിൽ കടി, ചെവിയിൽ അടപ്പ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് കൊച്ചിന്. സോ ഒന്ന് അതിനെ നമുക്ക് നോക്കേണ്ടി വരും, എത്ര സൈസ് ഉണ്ട് അകത്ത് തൊണ്ടയിലിരിക്കുന്ന ടോൺസിലും നമ്മുടെ മൂക്കിൻ്റെ പുറകെ ഇരിക്കുന്ന ദശ, അതിനെ പറയുന്ന എഡനോയിഡ്സ്. ഇത് ഈ 3 മുതൽ 13 വരെ ഉള്ള എല്ലാ പിള്ളേർക്കും ഉള്ള സംഭവമാണ്. പക്ഷേ അത് ഈച്ച് പിള്ളേർക്ക് ഡിഫറെൻറ്റ് സൈസിലാണ്. സോ നമുക്ക് നോക്കേണ്ടത് ഈ കൊച്ചിന് അത് ഉണ്ടോ, അത് എത്ര സൈസിലാണ്. ബേസ്ഡ് ഓൺ ദാറ്റ് അതിൻ്റെ വേണ്ടി ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യം വരും. സർ വിളിച്ചതിന് നന്ദി. മലപ്പുറത്ത് നിന്ന് ബൈജു കൂടിയുണ്ട്. ബൈജു സ്വാഗതം, ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ ഹലോ പറഞ്ഞോളൂ. മാഡം മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്താണ് മുന്നേ ഒരു തവണ സൈനസൈറ്റിസിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. കഴിഞ്ഞിട്ടിപ്പോൾ കോവിഡ് പോസിറ്റീവായി നെഗറ്റീവായി. ഇതിന് ശേഷം മാഡം ഇപ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഇറിറ്റേഷനും അതുപോലെ തന്നെ തൊണ്ടയിലൊക്കെ ഭക്ഷണം ഇറക്കുമ്പോൾ ഒരു തടച്ചിൽ പോലെ തോന്നുന്നുണ്ട്. കൂടാതെ പുറത്തേക്ക് കഫം തുപ്പൽ വരുമ്പോൾ അതിൽ ചെറിയൊരു അംശം വൈറ്റ് കളർ അംശം കാണുന്നുണ്ട്. അതുപോലെ ഈ കണ്ണിനോടടുപ്പിച്ച് മൂക്കിൻ്റെ സൈഡിൽ അമർത്തുമ്പോഴൊക്കെ ഒരു വെള്ളത്തിൽ തൊട്ട പോലൊരു ഫീലിംഗ്. വൈകുന്നേരമാണ് ഇറിറ്റേഷൻ കൂടുതൽ വരുന്നത്. വായ തുറക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്താണ്. ഓക്കെ. ബാക്കി മൂക്കടപ്പ്, തലവേദന അങ്ങനെ വല്ലതും ഉണ്ടോ? മൂക്കില് വലത് സൈഡിന്റെ ഭാഗത്താണ്. അവിടെ ഒരു ബ്ലോക്ക് പോലെ തോന്നുന്നുണ്ട്. തലവേദന, തുമ്മല് അങ്ങനത്തെ ഒന്നുമില്ല. ഒന്നുമില്ല. മൂക്കിന്ന് പഴുപ്പ് വരുന്നത് അങ്ങനെ ഒന്നും ഇല്ല അല്ലേ? ഇല്ലല്ല. ഓക്കെ. നമുക്ക് ബേസിക്കലി ഇത് ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയിരിക്കും ഒരു സൈനസ് ഇൻഫെക്ഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഒരു സൈഡ് മൂക്കിൽ ബ്ലോക്കേജ് ഉണ്ട് പറയുന്നുണ്ട്. ആൻഡ് മൂക്കിൽ കോൺസ്റ്റൻറ്റ് ഇറിറ്റേഷൻ വരുന്ന കൊണ്ട് നമുക്ക് നോക്കേണ്ടി വരും ഇത് അലർജി റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ സൈനസ് റിലേറ്റഡ് പ്രോബ്ലം ആണോ. ബിക്കോസ് കണ്ണിൻ്റെയും മൂക്കിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന പോർഷനിലും പ്രയാസം തോന്നുന്നുണ്ട് പറഞ്ഞു. സോ അത് ചിലപ്പോൾ ആ ബ്ലോക്കേജ് റിലേറ്റഡ് അവിടുത്തെ സൈനസ് സ്ലൈറ്റ് ബ്ലോക്ക് ആകുമായിരിക്കും. സോ നമുക്ക് നോക്കേണ്ടി വരും അത് എത്ര ലെവലിൽ അഗെയിൻ ബ്ലോക്ക് ആയിട്ടുണ്ട് ഈ സർജറി കഴിഞ്ഞിട്ടും. സോ അതിന് റിലേറ്റഡ് മെഡിസിൻസ് ആവശ്യം വരും. സോ ഒരു ബേസിക് മൂക്കിൻ്റെ എൻഡോസ്കോപ്പി ആയിരിക്കും ആവശ്യം വരുന്നത്. സോ ദാറ്റ് നമുക്ക് നോക്കാം അതിൽ ഈ നീര് കെട്ടോ ഇല്ലെങ്കിൽ കഫ കെട്ടോ എല്ലാം ഉണ്ടോ. അത് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് മൂക്കിൽ ഡ്രോപ്സ് ഇല്ലെങ്കിൽ സ്പ്രേ വല്ലോ തുടങ്ങേണ്ടി വരുമായിരിക്കും.
മൂക്കിൽ നിന്ന് പ്രോപ്പറായിട്ട് ആ കഫം ഇറങ്ങാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് തൊണ്ടയിലോട്ട് വന്ന് അത് വായിലോട്ട് ഇങ്ങനെ വെളുത്ത കളർ കഫം പോലെ വരുന്നത്. സോ ഒരു മൂക്കിൻ്റെ എൻഡോസ്കോപ്പി ആവശ്യം വരുമായിരിക്കും. അത് നമുക്ക് നോക്കണം എന്തോ ആണ് പ്രയാസം, ഇത് സൈനസ് മാത്രമാണോ അല്ലെങ്കിൽ വല്ല അലർജി പ്രോബ്ലം റിലേറ്റഡ് മൂക്കടപ്പാണോ നോക്കി വെച്ച് അണ്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടി വരും. സർ വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ സൈനസ് റിലേറ്റഡ് ആയാലും ഡോക്ടർ മൂക്കടപ്പ്, ജലദോഷം, ഇത്തരത്തിൽ ENT രോഗങ്ങളുള്ള മുൻപേ തന്നെ ഇത്തരം അസുഖങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ സിംറ്റംസ് ഒക്കെ അവരുടെ ജീവിതത്തിൽ ഡെയിലി തന്നെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ഡോക്ടർ ഇപ്പോൾ കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ ഈ സിംറ്റംസിനെ അവരുടെ നോർമൽ സിംറ്റംസ് ആയി തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ കോവിഡ് പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാതെ പോകുമോ, അതോ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ ഈ സിംറ്റംസിനേക്കാൾ വളരെ സിവിയർ ആയിട്ടായിരിക്കുമോ ലക്ഷണങ്ങൾ വരിക? ചില ആൾക്കാരിൽ ഈ സിംറ്റംസ് കുറച്ചുകൂടെ അഗ്രിവേറ്റ് ആകാൻ ചാൻസ് ഉണ്ട് കോവിഡ് സമയത്ത്, ഇല്ലെങ്കിൽ അത് ഓൾമോസ്റ്റ് സെയിം നമ്മുടെ സൈനസൈറ്റിസിൻ്റെ സിംറ്റംസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. പക്ഷേ സിൻസ് ഇത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും അത്ര ചിലപ്പോൾ റിലീഫ് കിട്ടത്തില്ലായിരിക്കും നമ്മൾ കാണുന്ന പേഷ്യൻസിൽ. സോ അത് ഒരു സ്ലൈറ്റ് ഒരു ഡീവിയേറ്റ് ആകുന്ന കൊണ്ട് നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ ബ്ലഡ് ലെവൽസിൽ നോക്കേണ്ടി വരും, പിന്നെ ഒരു സ്വാബ് എടുത്ത് നോക്കേണ്ടി വരും കോവിഡ് റിലേറ്റഡ് പ്രോബ്ലം ആണോ. ബിക്കോസ് ജനറലി അത് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ഒരു സൈനസ് റിലേറ്റഡ് പ്രോബ്ലംസോ അലർജി റിലേറ്റഡ് പ്രോബ്ലംസിൽ മാക്സിമം റിലീഫ് കിട്ടും. എന്നിട്ടും കിട്ടുന്നില്ല, ദെൻ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു കോവിഡ് റിലേറ്റഡ് പ്രോബ്ലമിലോട്ട് ഒരു ഫോക്കസ് വെക്കേണ്ടി വരും. വ്യക്തമാണ് മാം. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കോവിഡ് ചികിത്സയിലിരിക്കുന്ന ആളുകൾക്ക് ദീർഘകാലം തൊണ്ടവേദന കുറേ നാൾ നീണ്ടു നിൽക്കുന്നതൊക്കെ കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, ചില ആളുകൾക്ക് അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാവും, ചില ആളുകൾക്ക് ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്, വോയിസ് തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. അത് അവരുടെ മാനസികമായി തന്നെ അവരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ശബ്ദം നഷ്ടപ്പെടുന്നത് എത്രത്തോളം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്? എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ? ശബ്ദം പൂർണ്ണമായും പഴയ പോലെ തിരിച്ചു കിട്ടാവുന്നതാണോ ചികിത്സയ്ക്ക് ശേഷം? കോവിഡിന് ശേഷം കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ത്രോട്ട് പെയിൻ പെർസിസ്റ്റ് ആകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഈ സൗണ്ടിൻ്റെ പ്രോബ്ലം, ഹോഴ്സ്നെസ് ഓഫ് വോയിസ് പറയും. സോ വോയിസിൽ കുറേ ചേഞ്ചസ് അങ്ങനെയും വരും. ഇത് മെയിൻലി കോവിഡിൻ്റെ ഡ്യൂറേഷനിൽ നമ്മൾ കഴിക്കുന്ന കുറേ മെഡിസിൻസ് ഉണ്ട്. അതിൻ്റെ റിലേറ്റഡ് ആസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്ന കൊണ്ട് ഒരു ഈ LPRD നമ്മൾ പറയും, ഒരു റിഫ്ലക്സ് നമ്മുടെ ഈ വയറിൽ നിന്ന് ഡൈജസ്റ്റീവ് മാറ്റർ കുറച്ച് തൊണ്ടയിലോട്ട് അത് റിഫ്ലക്സ് ആകും. സോ അത് ഒരു എരിച്ചൽ പിന്നെ പുകച്ചലായിട്ട് എപ്പോഴും തൊണ്ടയിൽ ഉണ്ടാകും. സോ അതിൻ്റെ റിലേറ്റഡ് നമുക്ക് ജസ്റ്റ് കുറച്ച് ഡയറ്റിൽ കൺട്രോൾ മീൻസ് സ്പൈസിയും ഓയിലി ഫുഡ് കുറച്ച് കൺട്രോളിൽ വെക്കേണ്ടി വരും. പിന്നെ ചായ, കാപ്പി, ആസിഡിക് ആയിട്ട് ഈ ഇഞ്ചി നീരും ലെമണിൻ്റെ ഈ ജ്യൂസ് ജനറലി ആൾക്കാർ വരും വയറ്റിൽ കഴിക്കുന്നത്, അങ്ങനത്തെ സാധനങ്ങൾ അത് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ഈ റിഫ്ലക്സ് LPRD അല്ലെങ്കിൽ GERD ഇങ്ങനത്തെ സിറ്റുവേഷൻ, ഈ ആസിഡിറ്റി റിലേറ്റഡ് ത്രോട്ട് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ ആ കുറേ റിസ്ട്രിക്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ ത്രോട്ട് പെയിൻ ഇവൻച്വലി നമുക്ക് റിലീഫ് കിട്ടാൻ സ്ലോ ആയിട്ട് തുടങ്ങും. ഈവൻ ഉറങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിച്ചേച്ചും ഒരു ഉറങ്ങുന്ന ഇടയ്ക്ക് ഒരു 2 hours to 3 hours ഗ്യാപ്പ് വെക്കണം ഓൾവേസ്. ബിക്കോസ് ഇമ്മീഡിയറ്റ്ലി ഫുഡ് കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ അതും നമ്മുടെ ഈ വയറിൽ നിന്ന് ഫുഡ് നമ്മുടെ ആസിഡ് ഡൈജഷൻ ചെയ്യുന്ന ആസിഡ് കുറച്ച് റീഗർജിറ്റേറ്റ് ആകും തൊണ്ടയിലോട്ട്. സോ അതും ഒരു എരിച്ചൽ പോലെ തൊണ്ടയിൽ തോന്നും. പിന്നെ എപ്പോഴും ഏതാണ്ടോ തൊണ്ടയുടെ അകത്ത് കുത്തുന്ന പോലെ തോന്നും, ഏതാണ്ടോ തൊണ്ടയുടെ അകത്ത് ഇരുന്ന് ബ്ലോക്ക് ചെയ്ത് ഒരു ഫോറിൻ ബോഡി ഏതാണ്ടോ അകത്ത് ഇരിക്കുന്ന പോലെ ഒരു സെൻസേഷൻ കണ്ടിന്യൂസ്ലി പേഷ്യൻറ്റിന് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്താൽ അത് ഇംപ്രൂവ് ആകും വിത്ത് സർട്ടൻ സിറപ്പ്, ആസിഡിറ്റി റിലേറ്റഡ് സിറപ്പ്. ആസ് ഫാർ ആസ് ഇപ്പോൾ സൗണ്ടിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ഇത് ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ഈ കഫിങ്
കഫ് നമ്മുടെ ഒരു കോൺസ്റ്റൻറ്റ് ഫീച്ചറാണ് കോവിഡിൽ. സോ കോൺസ്റ്റൻറ്റ് ത്രോട്ട് ക്ലിയറിങ്, ഈ തൊണ്ടവേദന ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ തൊണ്ട ക്ലിയർ ചെയ്യേണ്ട ഒരു കോൺസ്റ്റൻറ്റ് ഫീലിംഗ് ഉണ്ടായിരിക്കും. എപ്പോഴും ചുമ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാൻസസ് ഉണ്ട്. സോ ഇത് ഒരു നമ്മുടെ അകത്തിരിക്കുന്ന ലാരിങ്സ്, അത് വോക്കൽ കോഡ്സ്, ആ സ്വരയന്ത്രത്തിലോട്ട് പ്രഷർ ചിലപ്പോൾ കൂടുതൽ വരും. ബിക്കോസ് കോൺസ്റ്റൻറ്റ് കോഫിങ്ങിൽ നമ്മുടെ ആ വോക്കൽ കോഡ്സിൽ എപ്പോഴും സ്ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ ചിലപ്പോൾ വീക്കം അല്ലെങ്കിൽ ചുമപ്പ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിന് നമുക്ക് ജനറലി മാക്സിമം വാം ഫ്ലൂയിഡ്സ്, സ്റ്റീം ഒക്കെ എടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ചിലപ്പോൾ ടൂ മച്ച് വീക്കം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് റിലേറ്റഡ് വീക്കം കുറയ്ക്കാൻ വേണ്ടി മെഡിസിൻസ് എടുക്കേണ്ടി വരും. പിന്നെ സ്വല്പം വീക്കം മാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വോയിസ് തെറാപ്പി, സ്പീച്ച് തെറാപ്പി അതൊക്കെ പേഷ്യൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വോക്കൽ ഹൈജീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് പഠിപ്പിച്ച് കൊടുക്കേണ്ടി വരും. ആൻഡ് അത് കറക്റ്റായിട്ട് വീട്ടിലിരുന്ന് ഫോളോ ചെയ്യേണ്ടി വരും. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. വീട്ടിലിരുന്ന് അത് ഫോളോ ചെയ്യണം. ആൻഡ് മാക്സിമം ഒച്ചയായിട്ട് ഒന്നും സംസാരിക്കരുത്. ആൻഡ് ബാക്കി കഫ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണെങ്കിൽ അതിൻ്റെ സിറപ്പ് എടുത്തെങ്കിൽ കുറച്ചത് റിലീഫും വരുത്തും പേഷ്യൻറ്റിന്. സോ ഇത് ഹെൽപ്പ് ചെയ്യും ബേസിക്കലി നമ്മുടെ ഈ ത്രോട്ട് റിലേറ്റഡ് പ്രോബ്ലംസിന്. വ്യക്തമാണ് മാം. നമുക്ക് തിരുവനന്തപുരത്ത് ചന്ദ്രൻ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവേ കോവിഡ് വന്നിട്ട് ഇപ്പം എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവേ കോവിഡ് വന്നിട്ട് ഇപ്പം 5 മാസമായി. രാത്രി ഉറയും കിടക്കുമ്പോൾ പെട്ടെന്ന് ഈ തൊണ്ട വരളുന്നെന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കും. ഇത് കോവിഡ് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞിട്ടാണോ കൂടുതൽ തുടങ്ങിയത്? ശേഷമാണ് സംഭവം. ഓക്കെ. ബാക്കി ശ്വാസം മുട്ടൽ അങ്ങനെ ഒന്നും ഇല്ല അല്ലേ? ജസ്റ്റ് തൊണ്ട ഇങ്ങനെ ഡ്രൈ ആകുന്ന കൊണ്ട് ഇടയ്ക്ക് എണിക്കേണ്ടി വരുന്നുണ്ട്. അത് തന്നെ. വേദന ഇല്ലെങ്കിൽ വേറെ മെഡിസിൻസോ മരുന്നുകളെല്ലോ കഴിക്കുന്നുണ്ടോ? പുള്ളി നേരത്തെ ഈ ഒരു ആസ്പാറ്റിക്കായിട്ട് കുറച്ച് ഇൻഹേലർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കറന്റ്ലി ഇൻഹേലർ വല്ലതും യൂസ് ചെയ്യുന്നുണ്ടോ? ഇൻഹേലർ ഉപയോഗിച്ചായിരുന്നു. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ഓക്കെ. സോ ബാക്കി അലർജി പ്രോബ്ലം അങ്ങനെ വേറെ ഇപ്പൊ ഉണ്ടോ നിലവിൽ? ഇല്ല, വേറെ അലർജി പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനത്തെ പ്രോബ്ലംസ് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. എത്ര വയസ്സാണ് ഈ പറയുന്ന ആൾക്ക്? ഡോക്ടർ കേൾക്കാമോ? ഓക്കെ മാം, നമ്മുടെ സമയം വളരെ കുറവാണ്. ഡോക്ടർ പെട്ടെന്ന് മറുപടി പറയാമോ? ഓക്കെ. ബേസിക്കലി നമുക്കിപ്പോൾ നോക്കേണ്ടി വരും, ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടി വരും. ഇത് ത്രോട്ട് റിലേറ്റഡ് വല്ലോ ഇൻഫെക്ഷനോ ഇല്ലെങ്കിൽ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയുടെ റിലേറ്റഡ് പ്രോബ്ലം വല്ലോ ആണോ, ഉമിനീർ ഗ്രന്ഥിയിൽ ഈ തുപ്പൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് ലെസ് വല്ലോ ആകുന്ന കൊണ്ടാണോ, ഇല്ലെങ്കിൽ ത്രോട്ട് റിലേറ്റഡ് സെയിം ആസിഡിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ആണോ ഈ ഡ്രൈനെസ് വരുത്തുന്നത്. സോ അത് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബേസിസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വ്യക്തമാണ് മാം.